ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ അവസാനം നമ്മുടെ CUT റിസൾട്ട് വന്നു. നമുക്കറിയാം എല്ലാവർക്കും പരീക്ഷ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ അറിയാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ഉണ്ടാകുന്ന ഡൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പാസ്സായോ അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായോ, ഏതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാനായിരിക്കും എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യം വെച്ച് നമ്മൾ പാസ്സാണോ അല്ല എന്നുള്ള കാര്യം ഇപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തവണ നിങ്ങൾ CUTൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെർസെൻറ്റേജിലെ സ്കോർ കാർഡ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. ഇത് ഒരു കുട്ടിയുടെ സ്കോർ കാർഡാണ്. അപ്പോൾ ആ കുട്ടി എഴുതിയ സബ്ജക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ട് 5 സബ്ജക്റ്റ് എഴുതിയത് ഇംഗ്ലീഷ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, മൊത്തം 5 സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോന്നിനും ആ കുട്ടി കിട്ടിയ പെർസെൻറ്റേജിലൂടെ കൊടുത്തത്. ഈ പെർസെൻറ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എഴുതിയ കുട്ടികളെ നമ്മൾ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആവറേജ് മാർക്കിൻ്റെ കാര്യമാണ്. അത് 100ലാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഇതിനാണ് സോഷ്യോളജിക്കാണ് പെർസെൻറ്റേജിൽ കൂടുതലുള്ളത് അല്ലേ. അപ്പം ആ കുട്ടിയുടെ ഫിഗർ പെർസെൻറ്റേജിൽ എത്രയാണ് കൃത്യമായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാ. ഞാനിവിടെ ബ്ലൂ കളറിൽ ഇൻ ഫിഗർ എന്ന് പറഞ്ഞ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് CUT എഴുതിയ സബ്ജക്റ്റിൽ ഇപ്പോൾ ഇവിടെ 5 വിഷയങ്ങൾക്കാണ് ആ കുട്ടി എഴുതിയിട്ടുള്ളത്. ആ 5 വിഷയങ്ങൾക്കും ആ കുട്ടി കിട്ടിയിട്ടുള്ള ഈ പെർസെൻറ്റേജിൽ മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. ഇനി അടുത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട് ഇതായിരിക്കും, സാർ എൻ്റെ പെർസെൻറ്റേജിലൊക്കെ ഞാൻ നോക്കി, അപ്പോൾ എനിക്കൊരു 200 പ്ലസ് ഉണ്ട്, അല്ലെങ്കിൽ 190 പ്ലസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് സാർ എനിക്ക് കിട്ടില്ലേ, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഞാൻ പാസ്സാണോ ഫെയിലാണോ? ഇതായിരിക്കും മിക്കവാറും പേരുടെ ഡൗട്ട് അല്ലേ. സാറേ ഞാൻ പാസ്സായിട്ടുണ്ടോ അതോ ഞാൻ ഫെയിൽ ആയിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രണ്ടും അല്ല പറയുന്നത്. ഇവിടെ എന്തോ ഇത് സത്യം പറഞ്ഞ സംഗതി ഇതിൽ ഭൂരിഭാഗം പേർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ എത്രയുള്ളൂ, എടാ ഇത് വെറും നമ്മുടെ സ്കോർ കാർഡാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പരീക്ഷ നടത്തി ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്തു, പരീക്ഷ നടത്തി നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ എഴുതി, ഉത്തരമൊക്കെ എഴുതി നിങ്ങൾക്ക് മാർക്കൊക്കെ ടീച്ചർ തന്നു. ഓക്കെ, പക്ഷേ ടീച്ചർ എന്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് പാസ്സാവാൻ ഇത്ര മാർക്ക് വേണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ല. അതേപോലെയാണ് ഈ പറഞ്ഞത്. ഇപ്പം നമ്മളൊരു പരീക്ഷ നടത്തി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കിട്ടിയെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അപ്പം നിങ്ങൾക്ക് അറിയണ്ടോ അല്ലേ, എങ്ങനെയാണ് ടീച്ചറെ പാസ്സായി നമ്മൾ ചോദിക്കുമല്ലോ. യെസ്, പാസ്സാണോ അതോ ഞാൻ ഫെയിലാണോ എന്ന് ടീച്ചറോട് ചോദിക്കുന്ന പോലെ തന്നെ നമ്മൾ പാസ്സാണോ ഫെയിലാണോ തീരുമാനിക്കുന്ന ആരല്ല, ഈ പറഞ്ഞ NTA അല്ല. പകരം നിങ്ങൾ മനസ്സിലാക്കാം, NTA എന്ത് ചെയ്തില്ല, 2025 ഈ CUT എക്സാമിന് ഒരു പാസിംഗ് മാർക്കും വെച്ചില്ല. നമുക്കുള്ള ആവറേജ് സ്കോറുകൾ കണ്ടെത്തുക എന്ന് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി ഉള്ളത്. ഇനി നമ്മൾ പാസ്സാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ആരാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ. നമ്മൾ സെലക്ട് ചെയ്തത് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് ഞാൻ കാണിച്ചു തന്നു, സ്കോർ കാർഡ് കാണിച്ചു തന്നു. അതിൽ 5 സബ്ജക്റ്റ് കൊടുത്തില്ല അല്ലേ. അതിൽ ഓരോന്നിനും ഉണ്ടായിരുന്ന കട്ട് ഓഫ് മാർക്ക്, ഒരു ഓൾ ഇന്ത്യ ലെവൽ കട്ട് ഓഫ് മാർക്ക് എന്ത് ചെയ്യും വരും. അത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് മാറ്റുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന ഒരു കട്ട് ഓഫിൻ്റെ ക്രൈറ്റീരിയ എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ കോളേജുകളും പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പം അവരിത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പറയുന്ന ഒരു കാര്യം ഉണ്ടാവും മക്കളെ, വേറെ ഒന്നുമല്ല, എത്ര പേരാണോ പാസ്സായിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ സയൻസ്, ഓക്കെ, പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റ് പരീക്ഷ ചെയ്ത കുട്ടികളിൽ 150ൻ്റെ മുകളിൽ പെർസെൻറ്റേജ് ഉള്ളവർക്ക് അവിടെ സീറ്റ് കിട്ടുന്നവർ പറയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങളുടെ മാർക്ക് 150ന് പകരം 190 അല്ലെങ്കിൽ പോട്ടെ 151 ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ എന്തല്ല ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാസ്സായോ അല്ലെങ്കിൽ ഫെയിലായോ എന്നുള്ള കാര്യമല്ല അവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടിയില്ല എത്ര പെർസെൻറ്റേജ് ആണെന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഡൗട്ട്, സാറേ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ കട്ട് ഓഫ് മാർക്കൊക്കെ നോക്കിയിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട. ഇവിടെ ഞാൻ ബോൾഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് 2025 ജൂലൈ, അതായത് ഈ മാസം അവസാനമാകുമ്പോഴേക്കും, ഇപ്പോൾ നമ്മൾ ജൂലൈ 4 ആയിട്ടുള്ളൂ, നമുക്കിനി ഈ മാസം അവസാനമാകുമ്പോഴേക്കും എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വരും. അപ്പോൾ നമ്മുടെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ജൂലൈ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ചിത്രം തെളിയും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യാതൊരുവിധ ടെൻഷനൊന്നും വേണ്ട. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എന്താണ്, നിങ്ങളുടെ CUTയുടെ മാർക്കാണ്. അപ്പം ഭൂരിഭാഗം പേർക്കും ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും അല്ലേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയുള്ളൂ, അയ്യോ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പറഞ്ഞ NTA ഇതുവരെ നടത്തിയതിൽ ഒരു ടഫായിട്ടുള്ള CUT എക്സാം ആയിരുന്നു ഇത്തവണ നടത്തിയ എക്സാം. ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര മാർക്ക് കുറഞ്ഞു വന്നത്, അല്ലാതെ നിങ്ങളുടെ യാതൊരുവിധ മോശമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെക്കുക, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കാരണം അത് വെച്ചിട്ടാണ് നമ്മുടെ ഇനി മുന്നോട്ടുള്ള യാത്രകൾ മുഴുവൻ. അപ്പോൾ CUT പാസ്സായോ ഫെയിലായോ എന്നല്ല, നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ സ്കോർ കാർഡിലെ മാർക്ക് കൃത്യമായിട്ട് നോക്കിക്കാം. ഇനി ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ കോളേജിൻ്റെയും അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള കട്ട് ഓഫുകളും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്കും ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൂടെ ഉണ്ടാവാൻ മറക്കരുത് മക്കളെ. എന്ത് ചെയ്യുക, നമ്മൾ ഒരുമിച്ച് തുടങ്ങിയതാണ്, ഒരുമിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വിജയതീരത്തേക്ക് എത്താൻ വേണം അല്ലേ. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.